ലഡു കഴിച്ചാട്ടെ, രണ്ടുപേരും കഴിച്ചാട്ടെ. ഇന്നെന്താ കറിയച്ചന് ബർത്ത്ഡേ? ബർത്ത്ഡേ ഒന്നുമല്ല, ഞാൻ ഇന്നൊരു പരീക്ഷ പാസ്സായി. സംശയിക്കണ്ട, ടീച്ചർക്ക് അറിയാവുന്ന പരീക്ഷ തന്നെ. ഒരു സത്യാന്വേഷണ പരീക്ഷ. മനസ്സിലായില്ലേ? ഒരു സത്യം തുറന്നു പറയാൻ ശ്രമിച്ചതിന് ഈ കറിയാച്ചനെ എല്ലാവരും കൂടി ചേർന്ന് വട്ടനാക്കി, പിന്നീട് പൊട്ടനാക്കി. എന്നിട്ട് മണി മണി പോലെ കറിയാച്ച സത്യം പുറത്തു കൊണ്ടുവന്നു. കണ്ടോ കണ്ടോ കണ്ടോ? അയ്യോ, ആര് കറിയാച്ചനാ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ, എന്നെ ഉപദ്രവിക്കരുത്. താൻ പേടിക്കണ്ടോ, എനിക്ക് തന്നോട് ഒരു വിരോധമില്ല. നന്ദിയാ. എന്റെ മോന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ താനൊരു നിമിത്തല്ലേ. ലഡുവോ? നല്ല ലഡു. വരട്ടെ. മോന്റെ ടേസി വാങ്ങിക്കാൻ വന്ന ടീച്ചറെ. ഓ, ഉള്ളത് പറയാലോ. ആദ്യം എന്റെ കരണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചതാ. ഇറ്റ്സ് ടു മച്ച്. മാപ്പർഹിക്കാത്ത ഒരു തെറ്റാണ് ഭാസ്കരൻ ഈ സ്കൂളിനോട് കാട്ടിയത്. പത്രത്തിൽ കൊടുക്കാനോ പോലീസിൽ പരാതിപ്പെടാനോ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കം സംഭവിക്കുന്ന ഓർത്തിട്ടാ. അതുകൊണ്ട് മാത്രം. യുനോ, എത്രയും പെട്ടെന്ന് TC കൊടുത്ത് ഒഴിവാക്കാനായിരുന്നു മാനേജ്മെന്റിന്റെ ഓർഡർ. പക്ഷേ കുഞ്ഞുണ്ണിയുടെ ഒരു അക്കാഡമിക് ഇയർ നഷ്ടപ്പെട്ടുകൂടല്ലോ എന്നോർത്ത് ഞങ്ങൾ ടീച്ചേഴ്സ് ഒരു സജഷൻ വെച്ചു. അറ്റ്ലീസ്റ്റ് ഈ ഇയർ എൻഡ് വരെയെങ്കിലും കുഞ്ഞുണ്ണി ഇവിടെ പഠിക്കട്ടെ എന്ന്. ആ റിക്വസ്റ്റ് മാനേജ്മെന്റ് ഒരുവിധം സമ്മതിച്ചു. നന്ദിയുണ്ട് ടീച്ചറമ്മേ. പക്ഷേ പണവും പഠിപ്പുള്ള തമ്പരാക്കന്മാരുടെ അവതാരം ഭാസ്കരന്റെ മോന് വേണ്ട. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. സ്വാതന്ത്ര്യം കിട്ടി 54 വർഷമായിട്ടും ഈ നാട്ടിൽ നിന്ന് മാച്ചളയാൻ പറ്റാത്ത ഒരു സത്യമുണ്ട്. പണക്കാരനും പാവപ്പെട്ടവനും അവരെന്നും രണ്ട് തട്ടി തന്നെയാ. ഏതായാലും ഒരു ലോറി ഡ്രൈവറെ മോനെ പഠിപ്പിച്ച് നിങ്ങൾ ആ സ്കൂളിന്റെ കുന്ത്രാണ്ടം കളയണ്ട. പക്ഷെ ഒന്നോർക്കണം, ഈ നാട്ടില് ഭൂരിപക്ഷവും എന്നെ പോലുള്ള പാവപ്പെട്ടവരാ, സാധാരണക്കാര്. TC തരണം ടീച്ചറമ്മേ. ഭാസ്കരന് പോണം. ഭാസ്കരൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? അതെ, ആ തമിഴിനും കുണ്ടകളും പേടിച്ചിട്ടൊന്നല്ല. ഇനി ഇവിടെ പഠിപ്പിച്ച എന്റെ മോൻ അല്ലാണ്ടാവും. അതുകൊണ്ടാ. ഞാൻ ശ്രമിക്കാം. ശ്രമിക്കല്ല, കിട്ടിയിരിക്കണം. ഈ നിമിഷം. TC വാങ്ങി തിരിച്ചു പോകാൻ തന്നെയാണോ തീരുമാനം? അതെ. സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും മോനെ ഇവിടെ തന്നെ പഠിപ്പിക്കുന്ന വെല്ലുവിളിച്ചിട്ട്? അത് അന്നല്ലേ ടീച്ചറെ. അന്ന് കുഞ്ഞുണ്ണി എന്റേത് മാത്രമായിരുന്നു. പക്ഷേ ഇപ്പൊ അവൻ മറ്റാരുടെയും മോൻ കൂടിയാ. അത് പാടില്ല. എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടണം ടീച്ചറെ. അവനെ തിരിച്ചു കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. ആയിരങ്ങളിൽ ഒരാളെ കാണും ടീച്ചറെ പോലെ. ഇവിടെ ഒരു പരിധിവരെ ടീച്ചറായിരുന്നു ആശ്വാസം. മറക്കില്ല ഒരിക്കലും. വരട്ടെ. കുഞ്ഞുണ്ണി, നിനക്ക് എന്താ പറ്റിയ? ഭ്രാന്ത് പിടിച്ച? അച്ഛനോടൊപ്പം കഴിഞ്ഞ ആർക്കാ ഭ്രാന്ത് വരാത്തത്? കുഞ്ഞുണ്ണി, നാട് മതി, നാട്ടിലെ സ്കൂള് മതി ഞാൻ പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിച്ചോ? അച്ഛൻ തന്നല്ലേ പറഞ്ഞ മണി പോലെ ഇംഗ്ലീഷ് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പില് ഗെയിമേലി നടക്കണമെന്ന്. എന്നിട്ടിപ്പോ അച്ഛനൊരു തെറ്റ് പറ്റി മോനെ. പുറമേ കാണുന്ന ചന്ത മാത്രമേ ഈ നാടിനും ഈ സ്കൂളിനുള്ളൂ അച്ഛൻ ഇപ്പോഴല്ല മനസ്സിലായത്. നോക്ക്, ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിന്നുകൂടാ. നമുക്കറിയാവുന്ന ഒരു നാടില്ലേ? ഇനി അവിടെ മതി പഠിത്തം. ഇല്ല, ഞാൻ വരില്ല. അച്ഛനോടൊപ്പം ഞാൻ എങ്ങോട്ടും വരില്ല. ഓഹോ, നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനാ? പറയടാ, നിനക്ക് ഞാനോ വലുത് അവനോ വലുത്? എന്തോ ഒന്നും മിണ്ടാത്തേ? മിണ്ടാം. അതിനു മുമ്പ് അച്ഛൻ പറ, അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അതോ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാനോ? മോനെ, നീ ഡാഡി എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട്. ഡാഡി ഞാൻ പറഞ്ഞ ചെയ്യും, ചോദിക്കുന്ന തരും. പക്ഷെ അച്ഛനോ? എടാ നീ എന്റെ മോൻ തന്നെയാണോടാ? പന്നി, പോടാ. എനിക്ക് അച്ഛനെയും കാണണ്ട. എന്നെ കൊന്നാലും ശരി, ഞാൻ വരാനും പോകുന്നില്ല. എന്നെ ബലം പിടിച്ച് കൊണ്ടുവന്ന് നോക്കിയാ ഓർത്തോ, ഞാൻ എവിടെയെങ്കിലും ചെന്ന് ചത്തളയും. അക്കാര്യം ഉറപ്പാ. അല്ല, ഇതെന്റെ മോനല്ല. എന്റെ മോൻ ഇങ്ങനൊന്നും പറയില്ല. എന്നാൽ എന്റെ നല്ല ചേട്ടാ, എവിടുന്ന അവന് ഇത്രയും ധൈര്യം കിട്ടിയത്? ഭാസ്കര, ഇത് നിന്റെ മാത്രം അനുഭവമല്ല, ലോകത്തിന്റെ പോക്കേ ഇപ്പൊ ഇങ്ങനെ. അച്ഛനമ്മമാർക്ക് മക്കളെ പോറ്റാനേ അവകാശമുള്ളൂ. അവർക്ക് ഇങ്ങോട്ട് എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് കരുതി എന്നെ മനസ്സിലാക്കാതെ എവിടെങ്കിലും പോയി ചത്തുകളയത്രേ. എന്റെ ശ്രീദേവിയെ നേരത്തെ പോയി.
ഇനി അവനും കൂടി പോയാൽ പിന്നെ എനിക്ക് ആരുള്ളത്? ആർക്കും വേണ്ടത് ഞാനെന്തിനാ ഈ ഭൂമിയില്? ഭാസ്കരാ, നീ ഒരു പാവമാണ്. നിനക്ക് ശരീരത്തിന് മാത്രമേ ബലമുള്ളൂ, മനസ്സിന് ബലമില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? നല്ല ചേട്ടൻ പറ. എന്ത് കൈവശം കൊടുത്ത് അവൻ എന്റെ മോനെ മയക്കിയെടുത്തത്? എന്ത് പകരം നൽകിയ ഞാൻ അവനെ തിരിച്ചു വാങ്ങേണ്ടത്? നീ ഒന്നും ചെയ്യാൻ പോണ്ട. ജീവിക്കാൻ വേണ്ടി ഇത്തിരി ഫ്രോഡ് പണികളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ നളിനാക്ഷം മനസാക്ഷിയുള്ളവന്. അല്ല, എനിക്കും ഇതിലൊക്കെ പങ്കുണ്ടല്ലോ. ഞാൻ തന്നെ നെല്ലും പതിരും വേർതിരിച്ചു തരാം. എങ്ങനെ? അതൊന്നും നീ അറിയണ്ട. നാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ. ഊട്ടിയുടെ കുന്നിറങ്ങുമ്പോ നിന്റെ മകൻ കുഞ്ഞുണ്ണി നിന്റെ കൂടെ ഉണ്ടാവും. എന്ത് ജീവിതമാണ് അംബീഷ. Go to hell. കണ്ടില്ലേ ഇതാ അവസ്ഥ. ഇപ്പൊ അങ്ങോട്ട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സീത ടീച്ചറിന് വേണ്ടി ഒരുങ്ങിയ ബംഗ്ലാവായത്. പക്ഷെ പടി കയറി വന്നത് കുഞ്ഞുണ്ണിയാ. അവൻ വന്നതിന് ശേഷമായി ബംഗ്ലാവ് ഉണർന്നത്. ആനന്ദൻ ഞങ്ങളൊക്കെ ഒന്ന് ചിരിച്ചു തുടങ്ങിയത്. ഒരു കണക്കിന് ആരുമില്ലാത്ത ആനന്ദിന് ഒരാശ്വാസമായിരുന്നു അവൻ. ഒരച്ഛനെ പോലെ സ്നേഹിച്ചു, ലാളിച്ചു. അതാണ് പ്രശ്നം. അച്ഛനെ പോലെയല്ലേ, അച്ഛനാവില്ലല്ലോ. ഇനി ഇതൊക്കെ ആ കുഞ്ഞു മനസ്സിനെ ആര് പറഞ്ഞ് മനസ്സിലാക്കും? ഭാസ്കരൻ കുഞ്ഞുണ്ണിയുടെ അച്ഛനാണ്. കുഞ്ഞുണ്ണിയെ എങ്ങോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം അയാൾക്കുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ ആനന്ദിന്റെ മനസ്സ് തകർത്തിട്ടാവരുത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും. പറയാം. തനിക്ക് ആരുമില്ലെന്ന തോന്നൽ ആനന്ദിനുണ്ടാകരുത്. ആനന്ദിനൊരു കുടുംബം ഉണ്ടാകണം, കുട്ടികളുണ്ടാവണം. അത് പിണങ്ങി നിൽക്കുന്ന സീത വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അതെ, ആരുടെ മനസ്സിനും പോറലേൽക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ സീതയ്ക്ക് മാത്രമേ കഴിയൂ. സീത ആനന്ദിനെ സ്വീകരിക്കാൻ തയ്യാറാവണം. നോ, നെവർ. ഒരിക്കൽ അയാളെ സ്നേഹിച്ചു പോയതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. കുഞ്ഞുണ്ണിയെ ഭാസ്കരന് തിരിച്ചു കിട്ടണം. അത് നിങ്ങളെക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് ഈ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. അതെ ടീച്ചറെ, പല ആലോചനകളുമായി ഞാൻ ടീച്ചറുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഈ ബന്ധം കൊണ്ട് ടീച്ചറിന് ഒരു ദോഷവും വരില്ല. ടീച്ചർ ഇതിന് സമ്മതിക്കണം. നോ, ഐ കാന്റ്. നിങ്ങൾക്കൊക്കെ വേണ്ടി മറ്റെന്താ ഞാൻ ചെയ്യേണ്ടത്? ജോലി റിസൈൻ ചെയ്ത് നാട് വിടണോ, അതോ ആത്മഹത്യ ചെയ്യണോ? കുട്ടിയുടെ അച്ഛന്റെ പ്രായം കാണും എനിക്ക്. മനഃപൂർവ്വം ഒരു ദുരന്തത്തിലേക്ക് പിടിച്ചടക്കാൻ ഞങ്ങൾ ഇവിടെ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ കുട്ടിയേക്കാൾ നന്നായി ആനന്ദിനെ മനസ്സിലാക്കിയവനാ ഞാൻ. കുട്ടി കരുതുന്നത് പോലെ ചതിയനോ ദുഷ്ടനോ ഒന്നുമല്ല. നല്ലവനാ, സ്നേഹമുള്ളവനാ. ഒരു നിഷേധിയായി കഴിഞ്ഞ കാലത്ത് അവൻ അധോലോകത്തിൽ ചെന്ന് പെട്ടു എന്നുള്ളത് ശരിയാണ്. എല്ലാം നേടി. പക്ഷെ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചപ്പോഴേക്കും ചോർന്നുപോയ ജീവിതം, അതിനെക്കുറിച്ചോർത്ത് ഒരുപാട് വേദനിക്കുന്നവനാണ് എന്റെ ആനന്ദ്. പുതിയൊരു ജീവിതം നെയ്തെടുക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ ആനന്ദ്. യഥാർത്ഥ ജോലി മറച്ചു വെച്ചു. അതല്ലേ ആനന്ദ് ടീച്ചറോട് ഇത് തെറ്റ്. അത് ടീച്ചറെ നഷ്ടപ്പെട്ടാലോ എന്നുള്ള പേടി കൊണ്ടായിരുന്നു. അറിഞ്ഞു കേട്ടിടത്തോളം വിവാഹത്തിന് ശേഷം എല്ലാം തുറന്നു പറഞ്ഞ് ഒരു പുതിയ ജീവിതം നയിക്കണമെന്ന് ആനന്ദ് കരുതി. പക്ഷേ അതിനുള്ള അവസരം ടീച്ചർ കൊടുത്തില്ല. അതല്ലേ അതിന്റെ ശരി. പഠിപ്പും അറിവുമുള്ള കുട്ടിയല്ലേ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, ഇന്നിപ്പോ പലരുടെയും സുഖദുഃഖങ്ങൾ ടീച്ചറുടെ തീരുമാനത്തെ ആശ്രയിച്ച് നിൽക്കുക. ഭാസ്കരനും ആനന്ദിനും ഒരുപോലെ മനഃശാന്തി നൽകാൻ ഒരൊറ്റ നിമിഷം കൊണ്ട് കഴിയും. ടീച്ചർക്ക് ഏതിന് കഴിയൂ. വരട്ടെ. എനിക്കറിയാം, ഇപ്പോഴും നിന്റെ മനസ്സിൽ എവിടെയോ ആനന്ദുണ്ട്. ആനന്ദിനോടുള്ള സ്നേഹമുണ്ട്. അയാളുമായി എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞ് നിനക്കിനി വേറെ ഏത് പുരുഷനാ? ഇനി അതല്ല, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തനിച്ചു കഴിയാനാണോ നിന്റെ ഭാവം? സീത, നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാൻ. നോക്ക്, നീ ആനന്ദിന്റെ കൂടെ പോണം. ഇനിയുള്ള കാലം ആനന്ദിനോടൊപ്പം ജീവിക്കണം. നമ്പീശനും നളിനാക്ഷനും ഒക്കെ പറഞ്ഞു തന്നെയാ ശരി. ആനന്ദ് സാർ, ആനന്ദ് സാർ, ആനന്ദ് സാർ. എത്തിയോ? എത്തി. കാറിലുണ്ട്. ആനന്ദ് സാറിനെ വിളിക്കേ. ആനന്ദ്, ആനന്ദ് സാർ, ആനന്ദ്, ആനന്ദ് സാർ. എന്താടോ നമ്പീശ? ഇയാളെന്താ ഇവിടെ? പറഞ്ഞേ. എന്താ കഥകളി കളിക്കാം? ഒരു കണക്കിന് കഥകളിയാണ്. കഥ സീതാ സ്വയംവരം. മനസ്സിലായില്ല. ആ കാറിന്റെ അടുത്തോട്ട് എന്നെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ കാരണത്ത്? അത് പോയി നോക്കിയാലല്ലേ അറിയൂ.
ഇൻസൾട്ട് ചെയ്തു. ഐ എം സോറി. ഐ എം റിയലി സോറി. ശരിക്കും സോറി പറയണ്ട. ആനന്ദ്, എന്നോടല്ല സോറി പറയേണ്ടത്, ഭാസ്കരനോടാ. കുഞ്ഞുണ്ണിയുടെ പാവം അച്ഛനോട്. കുഞ്ഞുണ്ണി അവന്റെ അച്ഛനെ വിട്ടുകൊടുക്കണം. ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ അവന്റെ അച്ഛനോടൊപ്പം യാത്രയാക്കണം. കുഞ്ഞുണ്ണി എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ സീത പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ കാരണം ഇനി ഒരാളും വേദനിക്കാൻ പാടില്ല. വരൂ, അതിരിക്കാം. ഹലോ. ഹലോ ആനന്ദ്, കൺഗ്രാറ്റുലേഷൻസ്. ഒടുവിൽ നീ ജയിക്കുന്നു അല്ലേ? ഇനി പറ, എന്നാ നിങ്ങളുടെ മുന്നേറ്റം? ഖാൻ, യാ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ലേക്കിന് പിന്നിലുള്ള ആ പഴയ ബംഗ്ലാവ്. സംശയിക്കണ്ട, ഞങ്ങളുടെ കൂടെ ബോസും ഉണ്ട്. ബോസോ? ബോസ് ഇവിടെ വന്നു, പറന്നു വന്നു. ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു കൊച്ചു സമ്മാനവുമായിട്ട്. അതെന്താണെന്ന് അറിയണ്ടേ? നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആ ചക്കരക്കുട്ടനില്ലേ, ഉണ്ടക്കണ്ണൻ, കുഞ്ഞുണ്ണി, അവന്റെ ജീവൻ. ഖാൻ, പ്ലീസ് അവനെ ഒന്നും ചെയ്യരുത്. ഞാൻ വരാം. അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഇവിടെ എത്തിക്കാൻ മറ്റൊരു വഴിയും കണ്ടില്ല. നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ കുഞ്ഞുണ്ണി അവിടെ എത്തിക്കും, ജീവനില്ലാത്ത കുഞ്ഞുണ്ണിയായി. ഹലോ. ഹലോ. ആനന്ദ്, കുഞ്ഞുണ്ണിക്ക് എന്താ പറ്റിയത്? എന്താ സാർ സംഭവിച്ചത്? ആനന്ദ്, അത് കുഞ്ഞിന് ബോസിന്റെ പേര്. അവരവനെ എനിക്കവിടെ എത്തണം. ആനന്ദ്, ആനന്ദ്, അയ്യോ ഭാസ്കര, സംസാരിച്ച സമയം കളയരുത്. എല്ലാം ഞാൻ പറയാം. ഒരു കോപ്പും പറയണ്ടോ? താനല്ല ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞല്ലേ? ടീച്ചറെങ്കിലും എന്നെ മനസ്സിലാക്കുന്നേ വിചാരിച്ച. വായിച്ചു നോക്ക്, അവനവന്റെ ഡാഡിയുടെ അടുത്ത് ഉണ്ടാക്കാൻ പോവാ. എന്റെ മോൻ ഞാൻ പോകുന്നു എന്റെ ഡാഡിയുടെ അടുത്തേക്ക്. എന്നെ വിടാൻ. ഖാൻ, ആണുങ്ങൾക്ക് ചേർന്ന കളിയല്ലാടാത്. കുഞ്ഞിനെവിടെ? ഏയ്, ബഹളം വയ്ക്കാതെ. നിന്റെ കുഞ്ഞിന് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ വിട്ടുകയറുന്നതിന് മുമ്പ് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. നീ ബോസുമായി ഒരു ധാരണയിലെത്തണം. നീ ഈ പറഞ്ഞ ബോസിനെ നിന്നേക്കാ മുമ്പ് എനിക്കറിയാടാ. ആ എന്നെ ട്രാപ്പ് ഇത്ര കളി കളിച്ചോണ്ടല്ലോ. കമോൺ, വിളിക്കടാ നിന്റെ ബോസിനെ. Hey, Andrews. No, Andrews Isaac. That's my full name. ഇങ്ങനെ ഒരു കളി നീ പ്രതീക്ഷിച്ചില്ല അല്ലേ? കളികളുടെ രാജാവായി ആൻഡ്രൂസ്. ഇപ്പോ കളിക്കുന്നത് നിന്റെ എല്ലാമായിരുന്ന ബോസിനെതിരെ. വേണ്ട മോനെ, ഇവരിപ്പോ എന്റെ കുട്ടികളാ. കണ്ണും കാതും കൂർപ്പിച്ച് നിന്റെ ബോസായ മഹാദേവന്റെ കാവൽക്കാരായി നടന്ന ഇവർ ഒന്ന് വിരൽ എന്റെ കൂടെ പോന്നു. ഇനി എനിക്ക് വേണ്ടത് നിന്നെയാണ്. മഹാദേവന്റെ വിശ്വസ്തനും ബലങ്കയുമായിരുന്ന ആനന്ദിനെ. എന്റെ പട്ടി വരും നിന്റെ കൂടെ. ഈ ചെറ്റകളെ പോലെ എന്റെ വിലക്ക് വാങ്ങാൻ കഴിയടാ ആൻഡ്രൂസ്. ഓ, നീ നന്നായി സംസാരിക്കുന്നു. പാവം, ജീവിക്കാനുള്ള വെമ്പലിനിടയിൽ മുംബൈയിലെ പുതിയ സമാചാരങ്ങളൊന്നും അറിഞ്ഞില്ലേ കുഞ്ഞെ? ഒരേ സമയം ഇന്ത്യയിലെ 4 മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഞാൻ പ്ലാൻ ചെയ്ത ഓപ്പറേഷൻസ് രാജസ്നേഹിയായി നിന്റെ ബോസ് ഇന്റലിജൻസിന് ഒറ്റുകൊടുത്തു. ദാറ്റ്സ് ബാഡ്. എനിക്ക് നഷ്ടപ്പെട്ടത് ചില്ലറയല്ല, വിദേശത്ത് നിന്നും ഒഴുകിയെത്തേണ്ട കോടികളായിരുന്നു. കോടികൾ. നഷ്ടപ്പെടുന്നവന്റെ വേദന അറിയിക്കും ഞാൻ അവനെ. നിന്റെ ബോസ് മഹാദേവന്റെ പതനം കാണണം. അവന്റെ സാമ്രാജ്യം പൊതുവെ തകർക്കണം. അതിന് എനിക്ക് നിന്നെ വേണം. ഒന്നുകിൽ അവനെതിരെ എന്റെ കൂടെ നിൽക്കാം ജീവനോടെ, അല്ലെങ്കിൽ എനിക്കെതിരെ അവന്റെ കൂടെ നിൽക്കാം വെറും ശവമായിട്ട്. പറയേ, ഏതാ എനിക്ക് ഇഷ്ടം? നീ പോടാ പന്നെ. എന്റെ രോമത്തിൽ പോലും തൊടുകടാ നീ. കുഞ്ഞുണ്ണിയെ കൊണ്ടുപോകാൻ ഞാൻ വന്നത്. കൊണ്ടുപോവുകയും ചെയ്യോടാ.
അപ്പൊ നിനക്ക് കൂടെ കൊണ്ടുപോകണം കുഞ്ഞുണ്ണി അല്ലേ? പക്ഷെ എങ്ങനെ മാർട്ടിൻ? ഇനി ഒന്നുകൂടി ആലോചിക്കും, എന്നിട്ട് തീരുമാനിക്കും. ഈ പൊന്നുമോൻ ജീവിച്ചിരിക്കണമെന്ന് ആൻഡ്രൂസിന് വലിയ നിർബന്ധമൊന്നുമില്ല. Follow me. അയ്യോ, ആൻഡ്രൂസിനോടാണോ കളി? എന്തിനാടാ ഇവരൊക്കെ? നിന്റെ ശവം ചുമക്കാനോ? കിട്ടില്ല. നിന്റെ തല വെട്ടിയെടുത്ത് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യണം എനിക്ക്. മുംബൈയിലെ നിന്റെ ബോസ് മഹാദേവന് ഒരു ചെറിയ ഗിഫ്റ്റ് ആയിട്ട്. പാവം. കിട്ടില്ല മോളെ നിനക്ക് അവനെ. നിർത്തടാ പട്ടി, ചങ്കുറ്റുള്ളവന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അടിക്കാൻ വേണ പുല്ലന്റെ മോനെ. വിടില്ല ഞാൻ ഒന്നിനെയും. ഓർത്തോ, ഇതൊരു അരക്കില്ലമാ. ഇതിനകത്തിട്ട് കത്തിച്ച് കളയും ഞാൻ എല്ലാത്തിനെയും. വിളിക്ക്, സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്ക്. ഇവിടെ ഏത് പൊന്നു തമ്പുരാനാ നിങ്ങളെ രക്ഷിക്കാൻ? പറ, ദൈവത്തിന്റെ ഏത് അവതാരമാ? തുടങ്ങിക്കോ.
ഇത്രയേ ഉള്ളൂ സംഗതി. നോക്ക്, ഈ സുനാപ്പി നിന്റെ അണ്ണാക്കിനകത്ത് കയറ്റി വെച്ച് പൊട്ടിച്ചാലുണ്ടല്ലോ മോനെ. പ്ലീസ്. ഇല്ല, ഈ മുതല കണ്ണീര് കണ്ട് ഒരിക്കൽ നിന്നെ വെറുതെ വിട്ടതാണ് ഞാൻ. നോക്ക്, നമ്മൾ രണ്ടുപേരും അസുരന്മാരാ. പക്ഷെ കൂടുതൽ സൂത്രം കാട്ടുന്ന നിന്റെ ഗതി ഭസ്മാസുരന്റെ. ആഗ്രഹിച്ച മാരക ശക്തി നിനക്ക് അനുഗ്രഹമായിരിക്കട്ടെ. ജുഹു ബീച്ചിൽ കാറ്റുകൊണ്ടിരിക്കാറുള്ള നിന്റെ തിരുവല്ലക്കാരി കെട്ടിയോള് കൊച്ചു ത്രേസ്യോട് പറ, ഊട്ടിയിലെ ഉല്ലാസയാത്രക്കിടയിൽ ഈ മഹാദേവൻ ഒരു തമാശ കാണിച്ചു. ഇനി നിന്റെ മക്കളോടും മറ്റു പിള്ളാരോടുമൊപ്പം മുട്ടിലിഴഞ്ഞ് പിച്ച വെച്ച് പഠിച്ച് നീ വീണ്ടും വാ ഈ മഹാദേവനോട് മത്സരിക്കാൻ. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ഞാൻ നിന്നെ പഠിപ്പിച്ച ആദ്യ പാഠം അതാണ്. പക്ഷേ നിന്നെ പിന്തുടരുന്ന ബോസ് ഞാനല്ല, ആൻഡ്രൂസ് ആണെന്ന് നീ മനസ്സിലാക്കിയില്ല. എനിക്ക് നിന്നെ കൊണ്ടുപോകണമെങ്കിൽ ഇത്രയും വലിയ ജഗപുകയുടെ ആവശ്യമൊന്നുമില്ല. ഒരു നിമിഷം മതിയായിരുന്നു, ഒരു നിമിഷം. രക്ഷപ്പെടട്ടെ എന്ന് കരുതി വിട്ടു തന്നതാ ഞാൻ. എനിക്ക് കിട്ടാത്ത ജീവിതം നിനക്ക് കിട്ടട്ടെ എന്ന് കരുതി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ സീതക്കുട്ടിയായിട്ടുള്ള ജീവിതം നിനക്കൊരു കടം കഥ മാത്രമായി. വിഷമം തോന്നി. നിന്നെ വെറുക്കാനുള്ള ഈ കുട്ടിയുടെ റീസൺസ് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. പ്രായച്ചിത്തമായി അന്ധേരിയിലെ ഇവളുടെ വീട്ടിൽ ചെന്ന് അച്ഛനമ്മമാരെ കണ്ടു. അവർക്കൊക്കെ പൂർണ്ണ സമ്മതം. പിടിച്ചോ. ഇനി എത്രയും പെട്ടെന്നൊരു താലി കെട്ടി പരസ്പരം സ്നേഹിച്ച് മക്കളെ ജീവിക്കും. ഒരു കാര്യം മാത്രം മഹാദേവൻ ഉറപ്പു തരുന്നു, ഇനി നിങ്ങളുടെ നിഴലിനെ പോലും ആരും തൊടില്ല. സംഭവിച്ചതെല്ലാം നല്ലതിന്. സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും ഒക്കെ നല്ലതിന്. മനസ്സിലായല്ലോ? ഒരബദ്ധം ഏത് ഭാസ്കരനും പറ്റും. പക്ഷെ അതിൽ നിന്നൊരു പാഠം പഠിക്കുന്നവനാണ് മൂളയുള്ള ഭാസ്കരൻ. ചിലപ്പോ ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ഭാസ്കരൻ ഇപ്പൊ ചിന്തിക്കുന്നത്. മുംബൈയിലെ എന്റെ കണ്ണാടി വീടിന്റെ ഉമ്മറത്തൊരു ചാരു കസേര വലിച്ചിട്ടിരുന്നാ മതി, മഹാദേവനെല്ലാം അറിയും. എല്ലാം സ്വർണ്ണ കൂട്ടിലാണെങ്കിൽ പോലും ബന്ധനം ബന്ധനം തന്നെയാണ്. വെറും കവിതയല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യം. ഒരിക്കൽ ഇവിടുത്തെ ഒരു ടോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു ഞാനും. സ്നേഹത്തിന് പോലും ഫീസ് വാങ്ങിക്കുന്ന ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഞാൻ ഒടുവിൽ ചെന്നെത്തിയതോ മുംബൈയിലെ വൃത്തികെട്ട ഗലികളിൽ. വാശിയായിരുന്നു, വെറുപ്പായിരുന്നു. ടൈം ടേബിൾ പ്രകാരം എന്നെ സ്നേഹിച്ച അച്ഛനമ്മമാർ തൊട്ട് എന്നെ വേറിട്ട് കാണുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നാടിനോട് വരെ. അമിതമായ അനുകരണം ആപത്താണ്. സായിപ്പന്മാരുടെ ഭാഷയും വേഷവും പാട്ടും കൂത്തും മമ്മിയും ഡാഡിയും സംസ്കാരവും ഒക്കെ ഇളം പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന തന്തമാരെയും തള്ളമാരെയും മുക്കാലിൽ കെട്ടിയിട്ട് അടിക്കണം. അതാ മഹാദേവന്റെ പക്ഷം. മലയാളം നമ്മുടെ പെറ്റമ്മയാണ്. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും നമ്മുടെ നാടിനെ, നമ്മുടെ ഭാഷയെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കാൻ പഠിക്കണം. പഠിപ്പിക്കാൻ വന്ന അച്ഛനെ ഒരുപാട് പഠിപ്പിച്ച പൊന്നുമോനിങ് വന്നേ. കൈനിറയെ ഡോളറുമായി ഈ ലോകത്തിലെ ഏത് സൂപ്പർ മാർക്കറ്റിലും മോനെ ഞാൻ കൊണ്ടുപോകാം. പണം കൊടുത്താൽ നമുക്കവിടെ എന്തും വാങ്ങാൻ കിട്ടും, അച്ഛനെ അമ്മയെ ഒഴികെ. ഇതാണ് നിന്റെ അച്ഛൻ. ഈ അച്ഛനെ പോലെ നിന്നെ സ്നേഹിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. ഇതാ കൈവിട്ടുപോയ നിന്റെ മകൻ കുഞ്ഞുണ്ണി. മോൻചല്ല, ഈ കോപ്പിലെ പഠിപ്പും കളഞ്ഞ് ഇവനെയും കൊണ്ട് നാട്ടിലേക്ക് പോകും. കോഴി കൂവുമ്പോ എഴുന്നേറ്റ് ഉമിക്കിരി കൊണ്ട് പല്ല് തേപ്പിച്ച് കിണറ്റിലെ വെള്ളം കൊണ്ട് കുളിപ്പിച്ച് വയറ് നിറയെ പുട്ടും കടലയും വാങ്ങിച്ചു കൊടുത്ത് ഇവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്. വൈകുന്നേരം പണി കഴിഞ്ഞ് 4 കുപ്പി കള്ളടിച്ച് ഇവനിത്തിരി പരിപ്പ് വടയുമായി നീ വരുമ്പോ അവൻ പഠിച്ചോളും. കേട്ടപ്പോ തന്നെ കുളിര് പോലും.
അരനാഴിക്ക് മുമ്പേ മക്കളെയും വാരിപ്പെറുക്കിയെടുത്തു നാട്ടിലേക്ക് പോരാൻ എനിക്ക് കൊതിയാവും. പോണം, പോയേ പറ്റൂ. എവിടെയൊക്കെ പറന്ന് നടന്നാലും എന്തൊക്കെ തരികട കാണിച്ചാലും ഒടുവിൽ നമ്മളെല്ലാവരും പിറന്ന മണ്ണിൽ തന്നെ തിരിച്ചെത്തണം. സാറ് വന്നത് വളരെ നന്നായി. ബോസ് വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിന് ഒട്ടും പ്രസക്തിയില്ല. ഞാൻ വരും. ഇതുപോലുള്ള ആപൽഘട്ടങ്ങളിൽ സർവചരാചരങ്ങളെയും രക്ഷിക്കാനെത്തുന്ന സാക്ഷാൽ മഹാദേവനെ പോലെ ഈ മഹാദേവൻ ഇനിയും വരും.